Hello friends, welcome to Healthy Yummy Bites with me Susan. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോ. ഹെൽത്തി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമായ അവക്കാഡോ ടോസ്റ്റ്. രുചികരമായ ഈ അവക്കാഡോ ടോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി നല്ല 2 പഴുത്ത അവക്കാഡോ എടുക്കുക. അവക്കാഡോയിൽ പലതരം വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി, ഇ, കെ, അതുപോലെ തന്നെ മഗ്നീഷ്യവും പൊട്ടാസ്യവും ഗുണകരമായ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കണ്ടന്റ് വളരെ കുറവായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാ വീട്ടിലും ഇതുണ്ടാക്കണം. വളരെയധികം ഗുണങ്ങളുള്ളതാണിതിന്. ആദ്യമേ ഇതിൻ്റെ കുരുവും സ്കിന്നും ഒക്കെ ഒന്ന് മാറ്റി ഇനി ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വലിയ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചോ ഒന്ന് ഉടച്ചെടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, കുറച്ചായിട്ടിട്ട് ഉടച്ചെടുക്കാം. നല്ലതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതായി കട്ട് ചെയ്ത് വെജിറ്റബിൾസ് ചേർക്കണം. ഒരു ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കുക്കുംബർ അരിഞ്ഞത്, ടൊമാറ്റോയും വേണമെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ആദ്യമേ അധികം ഉപ്പിടണ്ട, ആവശ്യമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനിയും വേണ്ടത് ഒരു ലെമണിൻ്റെ ജ്യൂസ് ആണ്. ഇത് സീഡ്ലെസ് ലെമൺ ആണ്. കുരു ഉള്ളതാണെങ്കിൽ കുരു മാറ്റിയ ശേഷം ജ്യൂസ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. കുരുമുളക് ഫ്രഷായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കുറച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചേർത്ത ഉപ്പും പുളിയും ചെറിയ എരിവും എല്ലാം വെജിറ്റബിൾസിലെല്ലാം നന്നായി ഒരുപോലെ ഒന്ന് ചേർന്ന് വരണം. എരിവ് കൂടുതലായിട്ട് ഇഷ്ടമാണെങ്കിൽ 1-2 ഗ്രീൻ ചില്ലിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റിയെടുക്കുക. ഇവിടെ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്നിരിക്കട്ടെ. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു അയൺ പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ച ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ബ്രെഡ് നമുക്ക് വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ ഹോൾ വീറ്റ് ബ്രെഡോ ഗ്രെയിനി ബ്രെഡോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിനായി പാനിന് പകരം ടോസ്റ്ററിൽ വെച്ചും ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം. വേണമെങ്കിൽ അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് മാറ്റുന്നു. 2 സ്ലൈസും കൂടെ ഇതുപോലെ തന്നെ നല്ലതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് ഒരല്പം ബട്ടറോ കുറച്ച് നെയ്യോ വല്ലതും തൂത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും നമ്മുടെ ഫില്ലിങ്ങും റെഡിയാണ്. അടുത്തതായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിലേക്ക് അവക്കാഡോ മിക്സ് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസും അവക്കാഡോയും എല്ലാം ചേർന്ന് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടോസ്റ്റാണിത്. ഒരു 2 സ്ലൈസ് തിന്നുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വയറ് നിറയും. അധികം ഓയിലൊന്നും ചേർക്കാത്ത, അധികം കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടോസ്റ്റ് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് വൃത്തിയാക്കിയ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർക്കണേ. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി ഉടനെ വരുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.